ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കണേ. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്. ഓക്കെ, ഞാൻ കാർഡ് എടുത്ത് നോക്കിയിട്ടേ വെക്കുള്ളേ. കാരണം ഈ കാർഡ് ചിലപ്പോൾ ഏജ് റെസ്ട്രിക്ഷൻ അടിക്കാൻ സാധ്യതയുള്ള കാർഡാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടേ വെക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ്. നിങ്ങളൊരു പുതിയ പാഷനെ പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നു എന്നാണ്. അപ്പോൾ ഇത് വളരെ നല്ല ക്രിയേറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങുന്നുണ്ടാവും. പുതിയൊരു സ്വഭാവമായിരിക്കാം, പുതിയ ശീലമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ആഗ്രഹത്തിനെ നിങ്ങൾ ഇന്ന ദിവസം മനസ്സിലിട്ട് വല്ലാതെ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് ഏസ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന, നിങ്ങളാക്കാൻ പറ്റുന്ന നിങ്ങളെ ക്രിയേറ്റർ ആക്കാൻ പറ്റുന്ന ഒരു പുതിയ കാര്യത്തിനാണ്. നിങ്ങളുടെ പേര് വളരെ മുകളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം ഇന്നേ ദിവസം ആരംഭിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ആ ആശയം ഇന്ന് ഉണ്ടാകും. ഒരു പുതിയ തുടക്കം ഇന്നേ ദിവസം ഉണ്ടാകുമെന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് ക്യൂൻ ഓഫ് വോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ക്യൂൻ ഓഫ് വോൺസ് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മുൻപ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ല. കാരണം ഈ വോണ്ട് കണ്ടോ, ഇതൊരു പുതിയ തുടക്കമായിരുന്നു. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ, നിങ്ങളിപ്പോൾ എന്തുകൊണ്ടാണോ ടാരോ കാണുന്നത്, ആ ടാരോ കാണുന്നതിനുണ്ടായ ടാരോ കാണാൻ കാരണമായ ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങളുടെ ലൈഫിലെ, ഒരു ടവർ മൊമെൻറ്റ്. ആ ടവർ മൊമെൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തിയേ അല്ല നിങ്ങളിപ്പോൾ വളരെയധികം മേർജ്ഡ് ആയിട്ടുള്ള, ഒരുപാട് മാറി ചിന്തിക്കുന്ന, ഒരുപാട് പുതിയ പുതിയ ആശയങ്ങളുള്ള, നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ തന്നെ ഒരു ഓറയുള്ള ഒരാളായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ ദൈവികമായ ശക്തിയുണ്ട്, അല്ലെങ്കിൽ ദൈവികമായ എന്തോ ഒരു സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ആളാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഇപ്പോൾ മറ്റുള്ളവരുടെ ചിന്തകൾ പോലെയല്ല. നിങ്ങൾക്കിപ്പോൾ മാറി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. എന്തൊരു കാര്യത്തിനെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആ ഒരു എനർജിയിലായിരിക്കും നിൽക്കുന്നത്. ക്വീൻ ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്കുള്ള അറിവായാലും എന്തായാലും നിങ്ങൾക്ക് ഉള്ളതിനെ ഷെയർ ചെയ്യാൻ നിങ്ങൾ ഇന്നേ ദിവസം തയ്യാറാണ്. നിങ്ങൾക്ക് ഉള്ളിലുള്ള മാജിക്ക്, അത് എന്തുമായിക്കോട്ടെ, ഈ പറഞ്ഞ കറുത്ത പൂച്ചയില്ലേ, ഇത് ഇവർക്കുള്ളിലുള്ള മാജിക്കാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ ഉള്ളിലെ മാജിക്ക് പുറത്ത് ചാടുന്ന ദിവസമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന അവസരം ഇന്നേ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് വളരെ വളരെ ഉദാത്തമായ ഒരു സോളിൻ്റെ ഉടമയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണ് ക്വീൻ ഓഫ് വോൺസ് പറയുന്നത്. അടുത്തത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങളെ കുറേ അധികം സോഫ്റ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ആയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ക്വീൻ ഓഫ് വാണ്ട് നോക്കുന്നത് ഇതിലേക്കാണ്. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കർമ്മയിലൂടെ കടന്നു പോയെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് അഹങ്കാരം മുമ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് അധികം അഹങ്കാരിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെക്കാൾ ഒരുപാട് താന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരുപാട് താന്ന ഒരാളെന്ന് പറഞ്ഞാൽ പുച്ഛിക്കുന്നതല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന അല്ലാത്ത ഒരാളിൽ നിന്നും, അത് എനർജി വൈസ് ആകാം, എല്ലാം കൊണ്ടും നിങ്ങളെ നിലംപരിശാക്കാൻ പറ്റിയ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തകർത്ത് തരിപ്പണമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഹം എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടല്ലോ, നിങ്ങളുടെ അഹങ്കാരം, അത് തകർത്ത് തരിപ്പണമാക്കി അയാൾ കൈ തന്നിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത്. അപ്പോൾ നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പുതിയ ഒരാളായി മാറിയെന്ന്, ആ പഴയ ഉണ്ടായിരുന്ന എല്ലാ സ്വഭാവങ്ങളെയും മാറ്റി നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് അറിയാമോ? മുമ്പ് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു, ഒട്ടും ക്ഷമയില്ലാത്ത ആളായിരുന്നു, നിങ്ങൾ ഭയങ്കര വേഗത്തിൽ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതൊന്നും അല്ലാത്ത, വളരെ ആരുടെ അടുത്ത് കൊണ്ട് വിട്ടാലും
പൂച്ച വീണ 4 കാലിൽ നിന്ന് കേട്ടിട്ടില്ലേ, അതുപോലുള്ള ഒരാളായിരിക്കും നിങ്ങളിപ്പം. വളരെ ക്ഷമയുണ്ടായിരിക്കും, എടുത്തുചാടിയൊന്നും ചെയ്യത്തില്ല, എന്തും പ്രവർത്തിക്കുന്നത് മുമ്പ് ആലോചിക്കും, അങ്ങനെയൊക്കെയുള്ള നല്ല സ്വഭാവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവും. ശരിക്കും നിങ്ങളിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു കാർമിക് സൈക്കിളിൽ കൂടെ കടത്തി വിട്ടതെന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാവും. അതായത് നിങ്ങൾ ക്ഷമിക്കാൻ പഠിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തോ ഒരു സംഭവം ഇന്നേ ദിവസം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ അറിയാം, നിങ്ങൾക്ക് പൊറുക്കാൻ അറിയാം, മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിക്കാൻ അറിയാം എന്നൊക്കെ മനസ്സിലാവുന്ന ഒരു സംഭവം ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് സ്ട്രെങ്ത് കാർഡാണ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. ഓക്കെ, അടുത്ത കാർഡ് നോക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ. കണ്ടോ മക്കളെ, കാർമിക് റിലേഷൻ ആണെന്ന് പറഞ്ഞോ, കാർമിക് ആണെന്ന് പറഞ്ഞോ, കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നതാണ്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് വളരെ ലക്കുള്ളൊരു ദിവസമാണ്, വളരെ ലക്കിയാണ് നിങ്ങൾ ഇന്ന ദിവസം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്താഗ്രഹിച്ചോ അത് ഇന്ന ദിവസം നിങ്ങൾക്ക് നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടുന്നതാകാം, പാരിതോഷികങ്ങൾ കിട്ടുന്നതാവാം. നിങ്ങൾക്ക് എന്താണെന്നറിയാത്ത ഒരു സന്തോഷം ഇന്ന ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും, വളരെ ഭാഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരു ദിവസമാണ് വീൽ ഓഫ് ഫോർച്യൂൺ. ഇത് ഒരു കാർമിക് സൈക്കിൾ എൻഡായി എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നൊരു കർമ്മ അവസാനിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു യൂണിവേഴ്സ് തന്ന പരീക്ഷണം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് അതിനുള്ളൊരു പാരിതോഷികം കിട്ടും. അതാണ് നമ്മൾ പറഞ്ഞത് ലക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന ദിവസം വളരെ ലക്കിയാണ് നിങ്ങളെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ. അപ്പോൾ 6 ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം എന്ന് ലഭിക്കും. അതായത് നിങ്ങൾക്ക് അബണ്ടൻ്റ് ആയിട്ട് പണം ലഭിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാകത്തിന്, അതായത് ഇത്രയും നാൾ നിങ്ങൾ ഇങ്ങോട്ടാണ് മേടിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ, ഇത്രയും നാൾ റിസീവിങ് ആയിരുന്നെങ്കിൽ ഇന്ന് ഗിവിങ് ആൻഡ് ഷെയറിങ്, ജനറോസിറ്റി, മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ പോലും, ഇങ്ങോട്ട് വാങ്ങിച്ചിരുന്നത് കടമായി വാങ്ങിച്ചുകൊണ്ടിരുന്നത് തിരിച്ചു കൊടുക്കാൻ മാത്രമല്ല, അല്ലാതെ അങ്ങോട്ട് കൊടുക്കാനും ജനറസ് ആയിട്ട് കൊടുക്കാനും ദാനം കൊടുക്കാൻ പോലുമുള്ള പണം നിങ്ങളുടെ കയ്യിൽ ഇന്നേ ദിവസം വരും. ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഈക്വൽ റെസ്പെക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം അർഹതയുള്ള ആളുകൾക്കാണോ നിങ്ങളിതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. എന്തും ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇഷ്ടംപോലെ പണം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇവിടെ ഈ ഏസ് ഓഫ് വാണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പുതിയ തുടക്കം എന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങളുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പുതിയൊരു കാര്യം, ചിലപ്പോൾ പാട്ട് പഠിക്കുക, ഡാൻസ് പഠിക്കുക, അത് പഠിക്കുക ആകാം, പഠിപ്പിക്കുക ആകാം, ചിലപ്പോൾ ടാരോ പഠിക്കാൻ തുടങ്ങുന്നതാകാം, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ഷോപ്പ് തുടങ്ങുന്നതാവാം. എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ദിവസം ഉണ്ടെന്ന് തന്നെയാണ് ഈ ഏസ് ഓഫ് വാണ്ട് പറയുന്നത്. അപ്പോൾ ഇത് പുതിയ തുടക്കം എന്ന് പറയുന്നത് എല്ലാം ഇന്ന് ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 6 ഓഫ് പെൻറ്റക്കിൾ പറയുന്നതും നിങ്ങളുടെ ഒരു ഗിവിങ് നേച്ചർ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാമല്ല, കുറച്ച് പേർക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം, ചിലപ്പോൾ കാലുവേദനയോ, അതുപോലെ കാലുവേദന, കഴുത്ത് വേദന, കൈക്ക് വേദന, അങ്ങനെയുള്ള വേദനകൾ ചിലപ്പോൾ തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരു പേരറിയാത്തൊരു മൂഡ് ഓഫ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രഗിൾ നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ലോസ്, ഇവിടെ നമുക്ക് ഒന്ന് പറഞ്ഞത് നിറച്ച് അബണ്ടൻസ് വരുന്നുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് നല്ല അബണ്ടൻസ് വരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഫിനാൻഷ്യൽ ലോസ്, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കും നമ്മൾ വരവറിയാതെ ചിലവ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അത് ഞാനിവിടെ പറഞ്ഞല്ലോ, പൈസ ചിലവാക്കുമ്പോൾ അർഹതയുള്ള ആളുകൾക്കാണോ അല്ലെങ്കിൽ അർഹതയുള്ളിടത്താണോ അത് പോകുന്നതെന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ അത് തന്നെയാണ്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ആലോചിക്കുക, നിങ്ങൾ വേണ്ടിടത്ത് തന്നെയാണോ സ്പെൻഡ് ചെയ്യുന്നത്, അതോ അത് ഫിനാൻഷ്യൽ ലോസ് ആണോ, നിങ്ങൾ കൊടുക്കുന്ന പണം ഫിനാൻഷ്യൽ ലോസ് ആണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുവാണോ എന്ന് നോക്കണം. ഓക്കെ, അതുപോലെ ഇന്ന് ട്രേഡിങ്, മാർക്കറ്റിങ് അതൊക്കെ ഇല്ലേ, അങ്ങനെ ചെയ്യുന്ന ആളുകളൊന്ന് സൂക്ഷിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണ് കേട്ടോ. ഇവിടെ ലോട്ടറി ഒക്കെ ഉള്ളതാണെങ്കിൽ
അവർക്ക് നല്ല ലക്കുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പർച്ചേസിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ മേഖല, സ്വന്തം മേഖല ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റീഡിങ് എടുക്കുക, അല്ലാതെ നിങ്ങൾക്കുള്ളതല്ല എന്ന് വിചാരിക്കണം. ഓക്കെ, ഇത് കിങ് ഓഫ് വാണ്ടാണ്. ഇവിടെ ക്വീൻ ഓഫ് വാണ്ടും ഇവിടെ കിങ് ഓഫ് വാണ്ടും ഉണ്ട്. അപ്പോൾ ഇന്നൊരു മാസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യുന്നൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. വാണ്ട് എനർജീസ് കൂടുതലാണ്. അതുപോലെ നിങ്ങൾ ഇന്ന ദിവസം വളരെയധികം ജോലിയിൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാഷനെ പിന്തുടർന്ന് ചേസ് ചെയ്തതിന് ശേഷം, ഇത് തന്നെയാണ് കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത കാർഡ്, അടുത്ത സൈക്കിൾ വീണ്ടും ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രാജാവ് എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് നോക്കി. അപ്പോൾ രാജാവ് നോക്കുന്നത് അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഒരു പാഷനെ അച്ചീവ് ചെയ്തു, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുന്ന നിങ്ങളെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിന്ന് ഒരു വളരെ സക്സസ് എൻജോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു കാര്യം തീർത്തിട്ട് അടുത്ത പടിയിലേക്ക് കടന്നാകാനും സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ പരിപാലനമാണ്. അപ്പോൾ ഇന്ന് എല്ലാവരോടും വളരെ സ്നേഹമായിരിക്കും. എല്ലാവർക്കും ഇന്ന് എല്ലാം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്കൊരു മടി ഉണ്ടാവില്ല. അപ്പോൾ അവരെല്ലാം സംരക്ഷിച്ച് പരിപാലിച്ചൊക്കെ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇന്നേ ദിവസം ഉള്ളത്. അതുപോലെ തന്നെ അതിനോടൊപ്പം പണത്തിനെ ആയാലും ഒരു വ്യക്തിയായാലും കാത്തിരിക്കുന്ന ഒരാളെ ഇവിടെ കാണാൻ പറ്റും. അതിനോടൊപ്പം വേറൊരു കാര്യം, നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിന് കാവലിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളിലേക്ക് തലമുറകളിലൂടെ കൈമാറി വന്നിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്നേ ദിവസം പരിപാലിക്കുകയും അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാവും, ഇതെന്താണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. നിങ്ങളുടെ ഈ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിട്ടുള്ള സ്വത്തുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴത്തേക്കാണെന്നറിയാമോ? പിന്നെ വരുന്ന തലമുറയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണവുമായി നിങ്ങൾ കാത്തിരുന്ന ആളെ നിങ്ങൾക്കുള്ള പണവുമായിട്ട് വരുന്നുണ്ട്. പണം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരാൾ, അയാൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ ചാമിങ് ആയിട്ടുള്ള ഒരാളാണ് കമ്മിറ്റ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന പണമാണ് കേട്ടോ, നിങ്ങൾ കാത്തിരുന്ന പണമാണ്. അതുപോലെ കാത്തിരുന്ന വ്യക്തിയുമാകാം നിങ്ങളിലേക്ക് പതുക്കെ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ധാരാളമായിട്ട് പണം വരാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം, പണം വരുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ്. ഇവിടെ ദാനധർമ്മം ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് അർഹതപ്പെട്ട ആളുകളിലേക്കല്ല പോകുന്നതെങ്കിൽ അത് ഫിനാൻഷ്യൽ ലോസ് ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് ഓർത്തോണം, ലക്കുണ്ട്. ഇവിടെയും പണം വരുന്നുണ്ട്. ഇവിടെ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പണം വരും. ഇവിടെയും പണം വരും. കാത്തിരിക്കുന്നവർക്ക് പണം വരുന്നതായിട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ ലക്കുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണം കിട്ടുകയും അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാകത്തിന് പണം കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ കൊടുക്കുന്ന പണം അർഹതപ്പെട്ടവർക്കാണോ നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്തടത്ത് ആവശ്യമില്ലാത്ത സമയത്ത് കൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ലോസ് തന്നെയാണ്, നഷ്ടം തന്നെയാണ് കേട്ടോ. അടുത്തത് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നു. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നു, ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നു, ഒരു സർജറിയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സർജറി, ചിലപ്പോൾ നിങ്ങളിന്ന് സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവുന്നതാകാം, ചിലപ്പോൾ ഇന്നേ ദിവസം സർജറി നടക്കുന്നതാകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവിടെ ഈ ഏസ് ഓഫ് സോഡും ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാലിനോ കൈക്കോ അല്ലെങ്കിൽ കഴുത്തിനോ ഒക്കെ സർജറി അങ്ങനെ എന്തെങ്കിലും ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇന്നേ ദിവസം അത് നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസിലോ വല്ലതും ആയിരിക്കും ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ന്യൂ ബേബി, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ന്യൂ ബേബി വരുന്നതാകാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം, നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം അറിയുന്നതാണ്, എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വെളിവാകുന്നതാണ്, ഒരു രഹസ്യം വെളിവാകുന്നതാണ്, ഒരു ക്ലാരിറ്റി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു നിഗൂഢമായിരുന്ന ഒരു അറിവ് നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതും അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാകുന്നതും ആകാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് സോർഡ്സ് പറയുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാകും. ഇതുണ്ടത് 9 ഓഫ് പെൻറ്റക്കിളും പറയുന്നത് പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അടുത്തത് 10 ഓഫ് പെൻറ്റക്കിളാണ് കണ്ടോ. 7 ഓഫ് പെൻറ്റക്കിൾ, 9 ഓഫ് പെൻറ്റക്കിൾ, 10 ഓഫ് പെൻറ്റക്കിൾ. അടുത്തത്, അപ്പോൾ ഈ 3 കാർഡ് നോക്കിയാൽ മതി. പെൻറ്റക്കിൾസ് ധാരാളമായിട്ട് വരുന്ന ദിവസമാണെന്ന്. പണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ പേടിക്കണ്ട, നിങ്ങളുടെ പണം വരുന്നുണ്ട്. ഫ്രൂട്ട് ഓഫ് ദ ലേബർ വരുന്നുണ്ട്. ഇഷ്ടംപോലെ പല സോഴ്സിൽ നിന്ന് പണം വരുന്നുണ്ട്. പണം ഇന്ന് ഇഷ്ടംപോലെ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. ലോട്ടറി ഒക്കെ എടുക്കുന്നവരെടുത്തോ, ഇന്ന് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്.
ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു എനർജി ആയിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ജനറൽ റീഡിംഗ് അതാണ്. എന്താണ് ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. ഓക്കെ, എന്താണ് ഏഞ്ചൽസിന് തരാനുള്ള ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസ് തരാനുള്ളത്? ഏറ്റവും നല്ല ഇറ്റ്സ് അപ് ടു എന്നാണ്. യൂണിവേഴ്സ് നിങ്ങളെ ഭാരം ഏൽപ്പിക്കുവാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇറ്റ് ഈസ് അപ് ടു. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം ഇന്നത്തെ ദിവസം. പീസ്ഫുൾ റെസൊല്യൂഷൻ, സ്വന്തമായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു റെസൊല്യൂഷൻ എടുക്കണം, ദൃഢനിശ്ചയം എടുക്കണം എന്ന് മാത്രം, ഒരു പ്രതിജ്ഞ എടുക്കണം എന്ന് മാത്രം. തീരുമാനം പീസ്ഫുൾ ആയിരിക്കണം. യു ആർ റെഡി. കണ്ടോ, അപ്പോൾ പറഞ്ഞ എല്ലാം കറക്റ്റ് നിൽക്കേ. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് യൂണിവേഴ്സ്, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. പീസ്ഫുൾ റെസൊല്യൂഷൻ ആയിരിക്കണം. യു ആർ റെഡി. നിങ്ങൾ റെഡിയാണ്. അപ്പോൾ ഇന്ന് പൂർണ്ണമായിട്ട് നിങ്ങളിൽ ഭാരം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് എന്ത് ചെയ്താലും ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. ഇന്ന് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡുണ്ട്. അതുകൊണ്ട് ഒരു കാർമിക്കായിട്ടുള്ള സൈക്കിൾ എൻഡ് ആവുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് നിന്നെയാണ്, നിങ്ങളെ തന്നെയാണ്, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിന് ഇന്ന് ഉത്തരവാദിത്തമൊന്നും ഇല്ലയെന്ന് ഇവിടെ പ്രഖ്യാപിച്ചുകൊള്ളുകയാണ് സുഹൃത്തുക്കളെ. ഇന്ന് സ്വന്തം കാര്യം ചിന്താവാ, സ്വന്തമായിട്ട് തീരുമാനം എടുത്തോണം, നടപ്പിലാക്കിക്കോണം കേട്ടോ. ഇന്ന് യൂണിവേഴ്സ് കൈ കഴുകിയിട്ടുണ്ട്. അടുത്ത നമുക്ക് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ഇന്ന് ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഉള്ളത്? പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേഴ്സണൽ റീഡിങ് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കണേ. അപ്പോൾ നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് പാഷനാണ്. അലവ് യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. ഓക്കെ, നിങ്ങളിങ്ങനെ മസിൽ പിടിച്ച് നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ തന്നെ തുറന്നു വിടാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഹാർട്ടിനോട് സോളിനോടും പാട്ട് പാടാൻ പറയുന്ന മീൻസ് അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ സോളിനോടും പറയുവാണ്. കോ ഡിപ്പെൻഡൻസിയാണ്. അഡിക്ഷൻസ് ആർ അഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. നിങ്ങൾ അഡിക്റ്റഡ് ആയി പോകുന്നത് കൊണ്ടാണ് പലയിടത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വേരുകൾ പറിച്ചുകൊണ്ട് വരാൻ പറ്റാത്തത്. അപ്പോൾ അഡിക്ഷൻ അല്ല വേണ്ടത്, കോ ഡിപ്പെൻഡൻസി മാത്രം മതി. നെക്സ്റ്റ് സോൾമേറ്റ് ആണ്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ഒരുപാട് പേര്, റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോ കാണുന്ന ഒരുപാട് പേരിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സോൾമേറ്റ് ആണ്. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പുക കണ്ടിട്ടേ അവർ പോകത്തുള്ളൂ. കെമിസ്ട്രി, ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയൊക്കെ ഉണ്ട്, പക്ഷേ പുക കണ്ടിട്ടല്ലേ അവർ പോകത്തുള്ളൂ, കാരണം സോൾമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയില്ലേ? ചിരിച്ചോളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നവർ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.